ഹലോ ഫ്രണ്ട്സ്, റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയതായി റിലീസായത് നിവിൻ പോളി അഭിനയിച്ച മലയാളി ഫ്രം ഇന്ത്യ എന്ന മൂവി കാണാനാണ് നമ്മൾ പോകുന്നത്. ഇത് നല്ല ഹൈപ്പുള്ള ഒരു മൂവിയാണ്. വളരെ പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂസും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള മൂവിയിൽ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ ഇൻസ്പയർഡ് കൂടി ആയിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ ഒരു വൈബുള്ള ക്യാരക്ടറായിരിക്കും നിവിൻ പോളിയുടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ നമ്മൾ കുറേയൊക്കെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഈ മൂവിയെക്കുറിച്ച്. ആ രീതിക്കാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഫാമിലി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഇത്തരം മൂവീസ് കുട്ടികൾക്കും ഫാമിലി ഓഡിയൻസിനും വളരെ ഇഷ്ടമായിരിക്കും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെയാണ് കാണാൻ പോകുന്നത്. മൂവി എത്രത്തോളം നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനെ നീതി പുലർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ മെയിനായിട്ട് ഹോപ്പ് തരുന്നത് ഡിജോ ജോസ് ആൻ്റണി എന്നുള്ള ഒരു ഡയറക്ടറുടെ ബ്രില്യൻസ് ആണ്. ക്വീൻ, പിന്നെ ജനഗണമന എന്ന മൂവീസിൻ്റെയൊക്കെ ഹിറ്റ് മേക്കറാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കുറച്ച് പ്രതീക്ഷ കൂടും. പിന്നെ സ്റ്റാർ കാസ്റ്റിംഗ് ആണെങ്കിലും നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ ഒക്കെ ലീഡ് റോളിൽ അഭിനയിക്കുന്ന മൂവിയാണ്. പിന്നെ ക്യാരക്ടർ ആർട്ടിസ്റ്റ് മഞ്ജു പിള്ള ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല പ്രതീക്ഷ തന്നെ ഉണ്ട് മൂവി കാണാനായിട്ട്. പിന്നെ പാട്ടുകളും നല്ല ഹിറ്റാണ്. യൂട്യൂബിൽ നല്ല റീച്ച് ഉണ്ട്. ജെയ്ക്സ് ബിജോയുടെ പാട്ടുകളാണ്. എല്ലാത്തിനും നല്ല വൈബുള്ള പാട്ടുകളാണ്, നല്ല റീച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ആവിഷ്കാർ മൂവീസാണ്. അത്യാവശ്യം എനിക്ക് ഏറ്റവും ഫേവറേറ്റായ ഒരു തിയേറ്ററാണ് കേട്ടോ ഇത്. നല്ല ഡോൾബി അറ്റ്മോസ് എഫക്റ്റും നല്ല ക്ലാരിറ്റിയുള്ള നല്ല വൃത്തിയും മെനയുള്ള തിയേറ്ററാണ്. ഇത്രയും നല്ലൊരു തിയേറ്റർ ഞാൻ പാലക്കാട് വേറെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ തിയേറ്റർ. ഇവിടെ കിട്ടുന്ന സ്നാക്സ് ആണെങ്കിലും അതേപോലെ വേറെ എല്ലാം നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് ഇതുപോലെ തിയേറ്ററും കൂടി വേണം കേട്ടോ. മൂവി മാത്രം പോരാ, നല്ല തിയേറ്റേഴ്സും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് അത്രയും എഫക്റ്റീവായിട്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മൂവി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല രസമുണ്ട്. നമുക്കൊരു നമ്മളെ ക്യാരി ചെയ്യുന്നുണ്ട് മൂവി. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല കോമഡി പ്രതീക്ഷിച്ചാണ് പോകുന്നത്. പക്ഷെ അത്ര അങ്ങനെ കോമഡി ഓറിയൻറ്റഡ് മൂവി അല്ല. കുറച്ച് പൊളിറ്റിക്സ് പറയുന്നുണ്ട്, കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് സീരിയസ് ആയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, കുറച്ച് ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാം കൊണ്ടും ഉണ്ട്. നല്ല രസമുണ്ട്. മൊത്തത്തിൽ മൂവി ഒരു കോമ്പിനേഷനാണ്. ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ് മൂവിയിലുള്ള. അപ്പോൾ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ മൂവി അടിപൊളിയായിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇരുന്ന് ചിരിയുണ്ടായിരുന്നു. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും, യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും, കിഡ്സിന് ഇഷ്ടപ്പെടും. പിന്നെ ഒരു ചെറിയ മെസ്സേജ് കൂടെ ഉണ്ട് മൂവിയിൽ. അപ്പോൾ ഓവറോൾ ശരിക്കും നല്ലൊരു റേറ്റിംഗ് തന്നെ ഞാൻ കൊടുക്കുന്നു. പിന്നെ റീസെൻ്റായിട്ട് മലയാള സിനിമയുടെ ഒരു നല്ല കാലമാണല്ലോ. ആ നല്ല കാലത്തിന് ശരിക്കും ഒരു പടി, ഒരു പൊൻതൂവൽ തന്നെ ഈ മൂവി കൊടുക്കുന്നുണ്ട്. ഒരിക്കലും മോശം പോയിട്ടില്ല. നല്ല എൻ്റർടൈനറാണ്. ത്രൂ ഔട്ട് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നിവിൻ പോളി എന്നുള്ളൊരു ആക്ടറുടെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ. ആളുടെ ഒരു വൈബ് ഉണ്ടല്ലോ. ആൾ വരുമ്പോഴും ചിരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴൊക്കെ ഒരു വൈബുണ്ട്. അത് നല്ല രസമുണ്ട്, ശരിക്കും കണ്ടിരിക്കാം. പിന്നെ ഇതിനെ ചെകഞ്ഞ് മുറിഞ്ഞ് ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയാതിരിക്കുക. ഇങ്ങനത്തെ ഇത്തരം മൂവീസ് നമ്മളെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും നമ്മളെ എൻ്റർടൈൻ ചെയ്യാനുള്ള മൂവീസാണ്. ഇതിനകത്ത് ചില സീൻസിലൊക്കെ പാകിസ്ഥാനി മലയാളം സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം സീൻസൊക്കെ നമ്മൾക്ക് ഒരു കോമഡിക്ക് വേണ്ടി, തമാശയ്ക്ക് വേണ്ടി, നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയുള്ള മൂവിയാണ്. ആ സെൻസിലെടുക്കുക. നല്ല രസമുണ്ട് സിനിമ. മൊത്തത്തിൽ ശരിക്കും കളർഫുള്ളാണ്. മലയാളികൾ എവിടെ പോയാലും പൊളിയാണ്, എവിടെ പോയാലും വിജയിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഈ സിനിമയിൽ പറയുന്നത്. പക്ഷെ അത് സത്യം തന്നെയാണ് കേട്ടോ. എൻ്റെയും അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്ന മലയാളികൾ ഉണ്ട്. പക്ഷെ ആർക്കും അറിയില്ല അവരെത്രത്തോളം പൊസിഷൻ ക്യാരി ചെയ്യുന്നുണ്ട്, അത്രത്തോളം പ്രയോറിറ്റി ക്യാരി ചെയ്യുന്നുണ്ട് എന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ വളർച്ചയുള്ള മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസാണ് ഈ സിനിമ. നമുക്കൊരു മോട്ടിവേഷനാണ്. നമ്മൾ ഒന്നും ഇല്ലാത്തതിൽ നിന്ന്, സീറോയിൽ നിന്ന് നമ്മൾ തുടങ്ങി സക്സസ്സിലേക്ക് 100%, 100% നമ്മൾ മൂവ് ചെയ്യുന്ന നമ്മുടെ ലൈഫിനെ സൂചിപ്പിക്കുന്ന സിനിമയാണ്. അതൊരു കോമഡിയോടെ കൂടെ കുറച്ച് രാഷ്ട്രീയം കലർന്ന് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അത് എഫക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മൂവി നമുക്ക് സമ്മാനിച്ചതിന് താങ്ക് യു സോ മച്ച് ഫോർ ദ ഡയറക്ടർ.
പിന്നെ നല്ല രസമുണ്ട്. പിന്നെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്തായാലും ഈ മൂവിയിൽ നല്ലോണം കാശ് വാരും. അപ്പോൾ എല്ലാവരും മൂവി തിയേറ്ററിൽ നിന്ന് കാണണം. പിന്നെ നമ്മുടെ ഈ കൊച്ചു ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.